പക്ഷെ ഉഗ്രരൂപമൊക്കെ കാണുമ്പോഴേ അമ്മയാണ്. അതെ. അമ്മ എന്നുള്ള ഒറ്റ വിളിയിൽ എല്ലാം തീരും. വെക്കേണ്ട ആവശ്യമില്ല അത്. ത്രിപുരസുന്ദരി ഉപാസന അല്ലെങ്കിൽ ശ്രീവിദ്യാ പദ്ധതിയിലെ ഒരു ഉപാസനാ പദ്ധതിയാണത്. അല്ലാതെ ഒരു ശ്രീചക്രം എവിടെന്നെങ്കിലും ഓൺലൈനിൽ വാങ്ങി അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് വിളക്ക് വെച്ചാൽ അതുകൊണ്ട് ഗുണമൊന്നും ദോഷമായിരിക്കും കൂടുതൽ. ഒന്നും ശ്രദ്ധിക്കാനില്ലാത്ത ഒരു പദ്ധതിയാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതുപോലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രസാദമായി കൊടുക്കുന്നത് കോഴിയിറച്ചിയാണ്. കൈ അതിൽ പല മന്ത്രങ്ങൾക്കും തന്നെ ഭക്ഷണം കഴിച്ച് കൈ കഴുകാതെയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഉച്ഛിഷ്ടത്തോട് കൂടിയിട്ടാണ് പുഷ്പാഞ്ജലി പോലും. അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ആളുടെ കയ്യിൽ ഒരു പ്രൊഫഷണൽ എക്യുപ്മെന്റ് കൊടുക്കുന്ന ഫലം വരും. മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. മുറിവേൽക്കാൻ സാധ്യതയല്ല, അത് നശിപ്പിക്കും. ഈ ക്യാമറ ഞാൻ കൈകാര്യം ചെയ്ത് അങ്ങനെ ഉണ്ടാവും. ഫോർച്യൂണർ കാറുണ്ടെന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ആൾക്കാർക്ക് ഇതിനെ വീട്ടിൽ ശ്രീവിദ്യ ഉണ്ടെന്നും ശ്രീചക്രം ഉണ്ടെന്നും പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ശ്രീചക്ര പൂജകൾ പുറത്തു വന്നു തുടങ്ങിയത്. നമ്മുടെ ശ്രീചക്രം പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചില സമയത്ത് വീട്ടിൽ വെക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ വെക്കാറുണ്ട്. ഇത് വെക്കുന്നതിന് പ്രത്യേക ഒരു രീതികളൊക്കെ ഇല്ലേ? വെക്കേണ്ട ആവശ്യമില്ല. അത് വെക്കേണ്ട ആവശ്യമില്ല. ശ്രീചക്രം എന്ന് പറയുന്നത് ശ്രീവിദ്യാ പദ്ധതിയിൽ തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നില്ലാത്ത ഒരു മാധ്യമമാണ്. എല്ലാ ശ്രീവിദ്യാ പദ്ധതിക്കാർക്കും ശ്രീചക്രം ഇല്ല. സമയാചാര പരമ്പരകൾക്കൊന്നും ശ്രീചക്രത്തിന്റെ ആവശ്യമില്ല. സമയാചാര പരമ്പരയിൽ അവനവൻ തന്നെയാണ് ശ്രീചക്രം. അവനവനിൽ ചക്രത്തെ കാണാൻ സാധിക്കാത്ത വിഭാഗത്തിൽ വരുമ്പോഴാണ് നമ്മൾ ചക്രത്തെ പുറത്ത് കാണാൻ വേണ്ടിയിട്ടാണ് വരയ്ക്കുകയോ മേരുമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയോ തടിയിൽ കുത്തിയെടുക്കുകയോ മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കുകയോ ശിലയിൽ കുത്തുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു രൂപത്തിലുള്ളതാണ് ഈ ലോഹത്തിൽ ഉണ്ടാക്കുന്നത്. അതിൽ ശൈലി, ദാരുമയി, ലൗഹി ഇങ്ങനെയൊക്കെ വിഭാഗങ്ങളുണ്ട് വിഗ്രഹങ്ങൾക്ക്. അതിൽ വരുന്ന ലൗഹി എന്ന് പറഞ്ഞാൽ ലോഹത്തിലുള്ള വിഗ്രഹമാണ് ഈ ശ്രീചക്രം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന നിങ്ങൾ ഈ കടകളിലൊക്കെ വെച്ചിരിക്കുന്ന സാധനം, അത് ഈ ത്രിപുരസുന്ദരി ഉപാസന അല്ലെങ്കിൽ ശ്രീവിദ്യാ പദ്ധതിയിലെ ഒരു ഉപാസനാ പദ്ധതിയാണത്. ആ പദ്ധതി ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിന്റെ ആവശ്യമുള്ളൂ. അല്ലാത്തവർ എന്തിനാണ് ഇത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട്? അല്ല, പൊതുവിലൊരു തെറ്റിദ്ധാരണയുണ്ട് ഈ ശ്രീചക്രം എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മുടെ വീട്ടിൽ വെച്ചാൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാകും. ഒരു ശ്രീവിദ്യ ഉപാസകനായിട്ടുള്ള ഒരാള്, ശ്രീചക്രത്തെ പറ്റി ധാരണയുള്ള ദേവി ഉപാസകനായിട്ടുള്ള ഒരാള് ഒരു ശ്രീചക്രം കണക്കിൽ പണിയിപ്പിച്ച ഒരു ശ്രീചക്രം ഒരാൾക്ക് ഗുണമുണ്ടാവണം എന്ന് കരുതി പ്രാണപ്രതിഷ്ഠ ചെയ്ത് അദ്ദേഹത്തിന്റെ സങ്കല്പത്തോടു കൂടി അത് വെച്ചാൽ അത് ഗുണം ചെയ്യും. അല്ലാതെ വേണം, നിർബന്ധമായിട്ടും വേണം. അല്ലാതെ ഒരു ശ്രീചക്രം എവിടെന്നെങ്കിലും ഓൺലൈനിൽ വാങ്ങി അത് എടുത്തോണ്ട് വന്നു അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് വിളക്ക് വെച്ചാൽ അതുകൊണ്ട് ഗുണമൊന്നും ദോഷമായിരിക്കും കൂടുതൽ ഗുണത്തെക്കാൾ. അപ്പോൾ ആർക്കാണ് ഈ ശ്രീചക്രം ഇതുപോലെ കൊടുക്കാൻ സാധിക്കുക? അത് ഈ ശ്രീവിദ്യാ പരമ്പരയിലോ കാളി പരമ്പരയിലോ ഭുവനേശ്വരി പരമ്പരയിലോ ദശമഹാവിദ്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തോ നിൽക്കുന്ന ആചാര്യൻ, അതല്ലെങ്കിൽ നല്ല താപസനായിട്ടുള്ള ഒരാൾ, സന്യാസ പരമ്പരകളിൽപ്പെട്ട ആൾക്കാർ, ഇങ്ങനെയുള്ള അവർക്ക് ശ്രീചക്രത്തെ പറ്റി ധാരണയുള്ള ഒരാൾക്ക്, ഒരു ദേവതയെ കുടിയിരുത്താനോ ഒക്കെ സാധിക്കുന്ന ഒരാൾക്ക് ശ്രീചക്രം കൊടുക്കാൻ പറ്റും. അദ്ദേഹം അത് വിധിയാവണ്ണം കണക്കിൽ പണിത ശ്രീചക്രമായിരിക്കണം. ശ്രീചക്രത്തിന്റെ മോഡലായ പോരാ, ശ്രീചക്രം തന്നെ ആയിരിക്കണം. അങ്ങനെ പണിത ഒരു ശ്രീചക്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചെയ്ത് അത് ഗുണമുണ്ടാവട്ടെ. ഇപ്പൊ മഹാലക്ഷ്മിയായിട്ട് സങ്കല്പിച്ച് കൊടുത്തു. ദിവസവും വിളക്ക് വയ്ക്കൂ, ദിവസവും ഒരു നാഴി പാല് അഭിഷേകം ചെയ്യൂ, ഒരു കുങ്കുമം കൊണ്ടൊരു പൊട്ട് ചാർത്തു, ദിവസവും കുറച്ച് പുഷ്പങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യൂ, അർച്ചന ചെയ്യൂ, നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവും എന്ന് അദ്ദേഹം ഒരു സങ്കല്പം കൊടുത്താൽ അത് ഗുണം ചെയ്യും. അപ്പൊ എല്ലാ ദിവസവും ഒരു ആരാധനയുടെ ആവശ്യം വരും. എല്ലാ ദിവസവും ഉള്ളതുണ്ട്, മാസപദ്ധതികളുണ്ട്, വാർഷികമായിട്ടുള്ള പദ്ധതികളുണ്ട്. അതൊക്കെ കൊടുക്കുന്ന ആചാര്യന്റെ ഇഷ്ടം പോലെയാണ്, അദ്ദേഹം നിശ്ചയിക്കുന്ന പോലെയാണ്. ഇപ്പോൾ ഈ ദേവതാ സങ്കല്പങ്ങളിൽ ആരാധനാ രീതി മാറുമ്പോൾ ഫലം മാറുമോ? ഉറപ്പല്ലേ. അതെങ്ങനെയാണ്? ഇപ്പൊ അത് ലളിതമായ കാര്യമല്ലേ. നമ്മളിപ്പോ എന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വ്യത്യസ്തമായ റിസൾട്ട് വരും. ഇപ്പോൾ മാലയും വളയും എല്ലാം സ്വർണ്ണമാണ്, ഇതിന്റെ ഉപയോഗമൊന്നുമല്ലല്ലോ, ഇതിന്റെ ഫലമൊന്നുമല്ലല്ലോ. അതുപോലെ തന്നെ നിർഗുണമായ ബ്രഹ്മത്തെ നമ്മൾ വിവിധ ദേവതകളാക്കി മാറ്റുമ്പോൾ ആ ദേവതകൾ പല പല ഫലത്തെ കൊടുക്കും. ഇപ്പം കുബേരനായിട്ട് സങ്കല്പിച്ച് അല്ലെങ്കിൽ മഹാലക്ഷ്മിയായിട്ട് സങ്കല്പിച്ച് ധനധാന്യ സമൃദ്ധി ഉണ്ടാവണമെന്ന് കരുതി കൊണ്ട് ഉപാസിക്കുകയാണെങ്കിൽ ധനധാന്യ സമൃദ്ധി ഉണ്ടാവും. അതല്ല, മഹാകാളിയായിട്ട് സങ്കല്പിച്ച് എനിക്ക് വരുന്ന രിപുക്കളെയൊക്കെ ശത്രുക്കളെ ഇല്ലാണ്ടാക്കണം എന്ന് കരുതി സങ്കല്പം കൊടുത്ത് ഉപാസിച്ചാൽ ശത്രുക്കൾ ഇല്ലാണ്ടാവും. ഈ ഇപ്പം അങ്ങ് ഭദ്രകാളിയുടെ കാര്യം പറഞ്ഞു. ഭദ്രകാളി ഉപാസകൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഒന്നും ശ്രദ്ധിക്കാനില്ലാത്ത ഒരു പദ്ധതിയാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. ശരി. പക്ഷെ ഉഗ്രരൂപമൊക്കെ കാണുമ്പോഴേ അമ്മയാണ്. അമ്മ എന്നുള്ള ഒറ്റ വിളിയിൽ എല്ലാം തീരും. ഏറ്റവും സുഖം പൂജ കഴിക്കാൻ, ഏറ്റവും ഒരു പ്രശ്നമില്ലാത്തതും ഏറ്റവും സുഖം പൂജ കഴിക്കാനും ഭദ്രകാളിക്കാണ്. എത്ര മോശമായിട്ട് കഴിച്ചാലും എന്ത് തോന്നിയാസം കാണിച്ചാലും ക്ഷമിക്കുന്ന ഭഗവതിയാണ് ഭദ്രകാളി. അനുഭവത്തിലാണ്. ഇതുവരെ ഞാൻ പറയുന്നത് പുസ്തകത്തിൽ നിന്നല്ല, ഇത്രയും കാലം പൂജ കഴിച്ചതിന്റെ ഫലത്തിലാണ് പറയുന്നത്. ഭദ്രകാളിക്ക് പൂജ കഴിക്കുന്നത് പോലെ സുഖം വേറൊരു ദേവതയ്ക്ക് പൂജ കഴിക്കാനില്ല. അവ്യാജ കരുണാമൂർത്തിയാണ്. കരുണയിൽ ഒരു വ്യാജവും ഇല്ല.
എന്ന് പറഞ്ഞാൽ കരുണ, അമ്മ എങ്ങനെ കരുണ കാണിക്കുമോ അതുപോലെ കരുണ കാണിക്കും. അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടൊരു കരുണ കാണിക്കുന്ന നല്ലത് അവ്യാജമായ കരുണയാണ്, അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഇഷ്ടമാണ്. ആ ഇഷ്ടം അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടും ഉണ്ടാവും, മന്ത്രം പോലും ആവശ്യമില്ല. അത് ശരി. പൊതുവില് ഈ ദേവിയുടെ ഒരു രൂപം, സ്വരൂപം എന്നൊക്കെ പറയുന്നത് കുറച്ച് ഭയപ്പെടുത്തുന്ന ഒരു രൂപമായതുകൊണ്ട് ആ ദേവതയെ നമ്മൾ ആരാധിക്കുമ്പോഴും അതുപോലെ കുറച്ച് പേടിയോടുകൂടി വേണം, അല്ലെങ്കിൽ കുറച്ച് ചിട്ടകളോടുകൂടി വേണം എന്നൊക്കെ ഒരു ഒരു ധാരണയുണ്ടല്ലോ. ചിട്ടയില്ലാത്ത പദ്ധതിയാണ് ഭദ്രകാളിയുടെ. വാമാചാരത്തിലും ദക്ഷിണാചാരത്തിലും ഒക്കെ ഉപാസിക്കുന്ന ഭഗവതിയാണ്. കൈ അതിൽ പല മന്ത്രങ്ങൾക്കും തന്നെ കൈ ഭക്ഷണം കഴിച്ച് കൈ കഴുകാതെയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഉച്ചിഷ്ടത്തോട് കൂടിയിട്ടാണ് പുഷ്പാഞ്ജലി പോലും. എന്നാൽ അതുപോലും ഒരു പ്രശ്നമല്ല അവിടെ, അതൊന്നും ഒരു വിഷയമല്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഭദ്രകാളി ഉപാസനയ്ക്കില്ല, ഒന്നുമില്ല. ഭദ്രകാളി ഉപാസന കൃത്യമായിട്ടുള്ള ഒരു ആചാര്യനിൽ നിന്ന് മൂലമന്ത്രം ഗ്രഹിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചു പോയാൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നും. ഭഗവതി നിങ്ങൾ എന്ത് കൊടുത്താലും പ്രസാദിക്കും, കദളിപ്പഴത്തിലും പ്രസാദിക്കും. നിങ്ങൾ ഗുരുതി എന്താ പറയുക, ഈ എന്താ പറയുക കോഴിവെട്ടിയുള്ള ഗുരുതികളിലോ അതുപോലുള്ള എന്തിലും എല്ലാത്തിലും പ്രസാദിക്കും. അവിടെയും പ്രസാദിക്കും, ഇവിടെയും പ്രസാദിക്കും. അതെ, ഈ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രസാദമായി കൊടുക്കുന്നത് കോഴിയിറച്ചിയാണ്, കണ്ണൂർ ഭാഗത്തേക്കൊക്കെ ഉള്ളത്. അപ്പോൾ അതും ഇതുമൊക്കെ ആയിട്ട് ആചാരപദ്ധതികളാണ്. അതെ അതെ. കണ്ണൂർ ആ ഭാഗത്തേക്കുള്ളത് രുചിത്വ വിധാനത്തിലുള്ള ഭഗവതിയാണ്. അവിടെ ശാക്തായ പൂജ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങനെ പ്രസാദം വന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ കൊടുത്താലേ പ്രസാദിക്കുള്ളൂ എന്നൊന്നും വിചാരിക്കില്ല. വെള്ളം കോരി ഒഴിച്ചാലും പ്രസാദിക്കും. കൊടുക്കുന്നവന്റെ ഭാവമാണ് വിഷയം. അങ്ങനെ ആയിരുന്നു ഭഗവതി പ്രസാദിക്കേണ്ടതെങ്കിൽ, അങ്ങനെ മാത്രമേ പ്രസാദിക്കുള്ളായിരുന്നെങ്കിൽ ചട്ടമ്പിസ്വാമി തിരുവടികൾക്കൊന്നും ഭഗവതി പ്രസാദിക്കില്ലായിരുന്നു. ദേവി പരമഭട്ടാര വിദ്യാധിരാജ എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹം എത്ര കോഴിയെ വെട്ടിയിട്ടുണ്ടെന്നുള്ള അന്വേഷിക്കണം. അങ്ങനെയാണെങ്കിൽ ഉണ്ടോ? ഞാനിന്ന് വരെ അദ്ദേഹം ഒരു കോഴിയെ വെട്ടിയതായിട്ടോ ഒരു വാമാചാരത്തിലൊരു ബലി ചെയ്തതായിട്ടോ ഒന്നും അദ്ദേഹം സാധാരണ പോലെ ഭഗവതി അമ്മയെന്ന് വിളിച്ച് ഉപാസിച്ചു. അദ്ദേഹം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ദൈവോപാസനാണ്. ഇന്നും അന്നും ഇനി അതിന് മുകളിലൊരാൾ വരാനും പോണില്ല. ഇപ്പോൾ ദേവി ഉപാസനയെ പറ്റി പറയുമ്പോൾ നമുക്ക് പറയാതെ പോകാൻ പറ്റില്ലാത്തൊരു ദേവിയുണ്ട്, വാരാഹി ദേവി. സപ്തമാതൃക്കളിൽ 5ാമതായ പഞ്ചമി ദേവി. ഈ വാരാഹിയെ ഉപാസിക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ചിട്ടവട്ടങ്ങളുടെ ആവശ്യമുണ്ട്? വാരാഹിക്ക് നിർബന്ധമായിട്ടും കുറേ കണ്ടീഷൻസ് ഉണ്ട്. അമ്മയാണ് ഭഗവതിയെങ്കിലും വാരാഹി എന്ന് പറയുന്നത് അധോമൂലാധാര ചക്രത്തിൻ്റെ ദേവതയാണ്. അടിയിലേക്കുള്ള ലോകങ്ങളുടെ നെഗറ്റീവ് എൻറ്റിറ്റീസിൻ്റെ വാതിലൂടെയാണ് ഭഗവതി എന്ന് പറയുന്നത്. അവിടെ ഉപാസിക്കുമ്പോൾ അവിടുന്ന് അതുകൂടി തുറന്നു കിട്ടും, അതും കൂടി തുറന്നു വരും. അപ്പോൾ അവിടുന്ന് ആ സൈന്യം ഭഗവതിയുടെ പരിവാരങ്ങൾ എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു പരിവാരങ്ങളാണ്. ഭദ്രകാളിയുടേത് അത്ര താഴേക്ക് പോയതല്ല. വാരാഹി എന്ന് പറയുന്നത് ദണ്ഡനാഥയാണ്. അതായത് ശ്രീവിദ്യാ പദ്ധതിയിലാണെങ്കിൽ ഒരു സൈന്യാധിപയുടെ സ്ഥാനമുള്ള ഒരു ദേവതയാണ്. ഈ ദണ്ഡനാഥയുടെ ജോലി എന്താണ്? സാധനാ പങ്ക്താവിൽ നിന്ന് ഒരാൾ വഴി മാറുമ്പോൾ അയാളെ തിരിച്ച് ആ വഴിയിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ഈ താറാവിനെ കൊണ്ട് പോകുന്ന ആളൊരു വടി കൊണ്ട് അതിനെ ട്രാക്കിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ കൊണ്ടുപോകലാണ് ഭഗവതിയുടെ പണി എന്ന് പറയുന്നത്. ദേവിയുടെ അനേകം വാത്സല്യമുള്ള വിവിധ സ്വരൂപങ്ങളെ ഉപാസിക്കാനുള്ളപ്പോൾ ഈ താന്ത്രികമായ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പദ്ധതിയെ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതാണ് അതിൻ്റെ ഉത്തരം. നിങ്ങൾക്ക് വാരാഹി ഉപാസിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വ്യവസ്ഥയായിട്ടുള്ള വാരാഹി പദ്ധതി കൈകാര്യം ചെയ്യുന്ന ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ആ പദ്ധതിയെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി ഉപാസിക്കുക. അല്ലാത്ത പക്ഷം അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ആളുടെ കയ്യിൽ ഒരു പ്രൊഫഷണൽ എക്യുപ്മെന്റ് കൊടുക്കുന്ന ഫലം വരും. മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. മുറിവേൽക്കാൻ സാധ്യതയല്ല, അത് നശിപ്പിക്കും. ഈ ക്യാമറ ഞാൻ കൈകാര്യം ചെയ്ത് അങ്ങനെ ഉണ്ടാവും. അതെ. അപ്പൊ ഇത് വാരാഹി ദേവിയുടെ ഒരുപാട് മന്ത്രങ്ങൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഇത് ആർക്കും വേണമെങ്കിലും ജപിക്കാം എന്നുള്ള രീതിയിൽ. അപ്പൊ അതിനും ഇതേ പ്രശ്നം ഉണ്ടാവില്ലേ? പക്ഷെ ഇപ്പോൾ ഇവിടുന്ന് കൊച്ചു കലൂർ കടവന്തറ റോട്ടിൽ കൂടെ കണ്ണടച്ച് വണ്ടി ഓടിക്കുന്ന പോലെയാണ്. ഇടിച്ചില്ല. ശരി. ഇടിക്കുമെന്ന് ചോദിച്ചാൽ ഉറപ്പൊന്നുമില്ല, പക്ഷെ ഓടിക്കാതിരിക്കുകയാണ് നല്ലത്. അതായത് വരുന്ന കോൺസിക്വൻസസ് നമ്മൾ നേരിടാൻ തയ്യാറായാൽ മതി, ഒരു കുഴപ്പമില്ല. ആരും ഉപാസിക്കാം, എന്തും കൈകാര്യം ചെയ്യാം. ഇപ്പൊ കൊലപാതകം ചെയ്തൂടെ? ഒരാൾക്ക് വേണമെങ്കിൽ ചെയ്തൂടെ? പിന്നെ പക്ഷെ കുഴപ്പം എന്താണ്? ജയിലിൽ പോവും, തല പോവും ചിലപ്പോൾ. അതെ അല്ലേ? അതെ. അത് നേരിടാൻ തയ്യാറാണെങ്കിൽ എന്തും ചെയ്യാം, ആർക്കും എന്തും ചെയ്യാം, ഒരു കുഴപ്പമില്ല. കുറ്റം ഉണ്ടായാൽ ശിക്ഷ ഉണ്ടാവും. അപ്പോൾ ഉപാസിക്കുന്നത് കുറ്റമാണോ എന്ന് ചോദിച്ചാൽ ദേവി പറഞ്ഞില്ല എന്നെ വാരാഹി സ്വരൂപത്തിൽ ഉപാസിച്ചോളാം. അത് പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതായതുകൊണ്ടാണ് ഗുപ്തം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. ഈ വരാഹി നവരാത്രി എന്ന് പറയുന്നത് തന്നെ ഗുപ്ത നവരാത്രി എന്നാണ്. ഗുപ്തമായ പദ്ധതിയാണ്, രഹസ്യമായിട്ടാണ്. ഇപ്പോൾ വാരാഹി ഹോമം ഞങ്ങൾ ആഷാഢ ഗുപ്ത നവരാത്രിയിൽ
പഞ്ചമിയുടെ അന്ന് വൈകിട്ട് രാത്രി ഞങ്ങൾ സ്ഥിരമായി നമ്മുടെ അവിടെ വാരാഹി ഹോമമുണ്ട്. അത് ഞങ്ങൾ ചെയ്യുന്നത് ദക്ഷിണാചാരത്തിലാണ്. എന്ന് പറഞ്ഞാൽ മറ്റ് മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കാത്ത പദ്ധതിയാണ് ദക്ഷിണാചാരം എന്ന് പറയുന്നത്. എന്നാൽ പോലും ശ്രീവിദ്യാ പദ്ധതിയിൽ നവാക്ഷരിക്ക് മുകളിൽ മന്ത്രദീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ ഇരുത്താറുള്ളൂ. അവിചാരിതമായി ആരെങ്കിലും അവിടെ കയറി വരികയാണ്, ഇതൊന്നും അറിയാതെ, അങ്ങനെയാണ് ഇരുത്താം. അത് ദേവിയുടെ നിശ്ചയമാണ്, ഒരു നിയോഗമാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ഒരാളെ എന്നാ മുഖ്യമന്ത്രിയെ വിളിച്ചേക്കാം, അദ്ദേഹം ഇതിലെ പോകുന്നുണ്ടോ, പറ്റില്ല. ഇതിന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ മാത്രമേ അവിടെ ഇരുത്താൻ പാടുള്ളൂ. അത് ആഷാഢഗുപ്ത നവരാത്രിയാണ്. എന്നാൽ അങ്ങനെയല്ല, മറ്റ് സാധാരണ നവരാത്രി, നമ്മൾ ശാരദ നവരാത്രി വരുമ്പോൾ നമുക്ക് വിജയലക്ഷ്മിയുടെ എന്നുള്ള പൂജകൾ ശ്രീചക്ര പൂജയിലോ അല്ലെങ്കിൽ ഭഗവതി സേവയിലോ ഗണപതി ഹോമത്തിലോ ആരെയും പങ്കെടുപ്പിക്കാം. ഒരു കുഴപ്പമില്ല. എത്ര പേര് വേണേലും പുഷ്പാഞ്ജലി ചെയ്യാം, കൂടെ ഇരുന്ന് വേണം പുഷ്പാഞ്ജലി ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് ഗുപ്ത പദ്ധതിയാണ്. ആ ഗുപ്തമായ ഒരു സാധനത്തിനെ നമ്മൾ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അതിന്റെ കോൺസിക്വൻസസും കൂടി നമ്മൾ സഹിച്ചാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് ചെയ്യണതിനൊന്നും വിരോധമില്ല. എത്രയോ ഭാവങ്ങൾ ഭഗവതിയുടെ വാത്സല്യമുള്ള അല്ലെങ്കിൽ പ്രത്യേക ഭാവത്തിലുള്ള എത്രയോ ഭാവങ്ങളുണ്ട്. കേരളത്തിന്റെ തനത് പദ്ധതിയാണ് ഭദ്രകാളി സങ്കല്പം, ഭുവനേശ്വരി സങ്കല്പം, പിന്നെ ഇനി തീരെ പറഞ്ഞ രാജരാജേശ്വരി, ഇനി അത് കൂടാണെങ്കിൽ സരസ്വതി ആയിട്ട്, അതല്ലെങ്കിൽ മഹാലക്ഷ്മി ആയിട്ട്, എല്ലാം ഭഗവതി തന്നെയാണ്. ശ്രീപാർവതി ആയിട്ട്, സ്വയംവര പാർവതി ആയിട്ട് ഒക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഭാവങ്ങൾ ദേവിക്കുള്ളപ്പം ദുർഗയായിട്ട്, ജലദുർഗയായിട്ട്, വനദുർഗയായിട്ട് ഒക്കെ ഇരിക്കുന്നു. അപ്പം ഇങ്ങനെ ഉള്ളപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഗുപ്തമായ ഒരു ഇത് തന്നെ എടുക്കണം എന്ന് തീരുമാനിക്കുന്നതിനകത്ത് ഉള്ള ഔചിത്യം സ്വയം പരിശോധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അത്രയ്ക്ക് തീവ്രമായ ആഗ്രഹം ആ ദേവതയോട് തോന്നുന്നെങ്കിൽ അതിന്റെ വഴിയിലൂടെ തന്നെ പോകാൻ നോക്കുക. ഇപ്പോൾ ശ്രീചക്ര പൂജയെ പറ്റി അങ്ങ് പറഞ്ഞു. ഇപ്പോൾ ഒരു സാധാരണക്കാരന് ഈ ശ്രീചക്ര പൂജയും കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ സിദ്ധിക്കാൻ? സാധാരണക്കാരന് വലിയ കാര്യമൊന്നുമില്ല ഇതുകൊണ്ട്. ഞാൻ മുന്നേ പലരും ചോദിച്ചിട്ടുണ്ട്, ശ്രീചക്ര നവാവരണ പൂജയും കഴിക്കുകയും അത് തന്നെ ഭഗവതി സേവയായിട്ട് കഴിക്കുകയും നമ്മൾ ചെയ്താലുള്ള വ്യത്യാസം എന്താണ്? ശ്രീചക്ര നവാവരണ പൂജ നിങ്ങൾ 50 പേര് കണ്ടുകൊണ്ടിരിക്കുകയാണ്, 50 പേരെ അവിടെ ഇരുത്തി ഞാനിവിടെ നിലയിട്ട് ഉണ്ണുന്ന പരിപാടിയാണ്. അതാണ് ശ്രീചക്ര പൂജ. അത്ര പറ്റുള്ളൂ. ഭഗവത് സേവ എന്ന് പറഞ്ഞാൽ എനിക്കും ഇലയിടും നിങ്ങൾക്കും ഒക്കെ വിളമ്പും, നമ്മളെല്ലാവരുടെ ഊണ് കഴിക്കും. അപ്പൊ പിന്നെ എന്തിന് ശ്രീചക്ര പൂജ? ശ്രീചക്ര പൂജ അവനവനിലേക്കാണ് കഴിക്കുന്നത്. അവനവനെയാണ് ശ്രീചക്രമായിട്ട് അന്വയിച്ചുകൊണ്ടാണ് പൂജ കഴിക്കുന്നത്. ഇത് അവനവന്റെ ധർമാർത്ഥ കാമമോക്ഷാദികൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ശ്രീചക്ര പൂജ ഇപ്പോഴല്ലേ ഇങ്ങനെ ഇങ്ങനെ പരസ്യമായിട്ട് പത്മമായിട്ട് ഓഡിറ്റോറിയത്തിനകത്ത് നടത്തി തുടങ്ങിയത്. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഒരു 25 വർഷം മുന്നേ ശ്രീചക്ര പൂജ നടക്കുന്ന കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? 30 വർഷം, ഒരു 30 വർഷത്തിനപ്പുറത്തേക്കൊന്നും ഇല്ല. അതിന് കാരണം എന്ന് വെച്ചാൽ രഹസ്യമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ശ്രീചക്ര പൂജ എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരുന്നതാണ്. പല തറവാടുകളിലും ശ്രീചക്ര പൂജ സ്ഥിരമായി നടന്നുകൊണ്ടിരുന്നതാണ്. അത് നടക്കുന്നതൊക്കെ തന്നെ രഹസ്യമായിട്ട് അവരവരുടെ പദ്ധതിയായിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ശ്രീചക്രങ്ങൾ കുടിയിരുത്താത്ത മിക്കവാറും അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ഒന്നും ഇല്ല കേരളത്തിൽ. പലയിടത്തും ഇതെല്ലാം ഉണ്ട്, ഇതിൻ്റെ എല്ലാം പൂജകളും നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ വളരെ രഹസ്യമായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഇതിനൊക്കെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ ഒരു ഫോർച്യൂണർ കാറുണ്ടെന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ആൾക്കാർക്ക് ഇതിനെ വീട്ടിൽ ശ്രീവിദ്യ ഉണ്ടെന്നും ശ്രീചക്രം ഉണ്ടെന്നും പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശ്രീചക്ര പൂജകൾ പുറത്തു വന്നു തുടങ്ങിയത്. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വീട്ടിൽ നടക്കുന്ന പൂജകൾ രഹസ്യമായി നടന്നുകൊണ്ടിരുന്നത് ആളുകളുടെ എണ്ണം പെരുകിയപ്പോഴാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും തുടങ്ങിയത്. വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞാലും ചിലതൊക്കെ എടുക്കും, ചിലതൊക്കെ പുറത്തും വരും. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പുറത്തു വിടും, മറ്റുള്ളവർ കാണട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇടുന്നത്. ശരിക്കും പറ്റിയ ഒരു പദ്ധതിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ശ്രീചക്ര പൂജ നവാവരണ പൂജയായിട്ട് കഴിച്ചാൽ അവനവന്റെ മുക്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണത്, അവനവനിലേക്കാണ് അത് ചെയ്യേണ്ടത്. പക്ഷെ ഭഗവതി സേവ എന്നുള്ള പദ്ധതി അതല്ല, സമൂഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ പദ്ധതിയാണ്. അത് ഇതിലുണ്ടാവുന്ന ഊർജം, അതിൽ ആ ഭഗവത് സേവയിൽ ഉണ്ടാവുന്ന ചൈതന്യം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന വിധത്തിൽ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഇതത് പറ്റില്ല. ഇത് അവനവനിലേക്ക് ലയിപ്പിച്ച് കൊണ്ടുവരാണ്. ബിന്ദുവിൽ കൊണ്ടുവന്ന് ലയിപ്പിക്കുമ്പോൾ അവനവന്റെ ബിന്ദുവിൽ തന്നെയാണ് ഇത് ലയിക്കുന്നത്. അപ്പോൾ അവനവൻ മുക്തിക്കുള്ള മാർഗമാണ് ശരിക്കും ശ്രീചക്ര പൂജ. അങ്ങനെ തന്നെയാണ് ഇത് കഴിക്കേണ്ടത്. പരാവിദ്യയും അപരാവിദ്യം എന്ന് പറഞ്ഞ 2 വിഭാഗത്തിൽ വിദ്യകളുണ്ട്. നമ്മൾ ആദ്യം അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ പദ്ധതിയിലേക്ക് കടന്നു വരാനായിട്ട്. ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഗണപതി ഹോമം, ഭഗവതി സേവ. ഒരുവിധം എല്ലാവർക്കും പറ്റുന്ന,
തനിയെ പഠിച്ച് ചെയ്യുകയോ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുകയോ ഒക്കെ ചെയ്യാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുണ്യം പോഡ്കാസ്റ്റ് എന്ന സെഗ്മെൻറ്റിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. ഇതിൻ്റെ പൂർണ്ണ രൂപം കാണാനായി ഒന്നുകിൽ മേളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ലിങ്ക് ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നോക്കിയാലും കാണാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോഡ്കാസ്റ്റ് എന്ന പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കിയാലും കാണാൻ സാധിക്കും.